നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇറാന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ 106 ദിവസത്തെ യുദ്ധത്തിന് ശേഷം സമാധാനത്തിലോട്ട് എത്തിയായിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇറാൻ ഒരുക്കിയ പാതയിലൂടെ അല്ലാണ്ട് പല കപ്പലുകളും പോവുകയും ഇറാൻ അതിനെതിരെ മിസൈൽ വിടുകയും വലിയ തരത്തിൽ ആക്രമണം ഉണ്ടാക്കുകയും ചെയ്തു. അതിന് തിരിച്ചടി എന്ന് പറഞ്ഞാൽ അമേരിക്കയും കൊടുത്തു. അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഏകദേശം അമേരിക്കയുടെ US-ലുള്ള 8ഓളം ഈ പറഞ്ഞ പോലെ GCC കൺട്രിയിലുള്ള 8ഓളം ബേസുകൾക്കെതിരെ ആക്രമിക്കുക മാത്രമല്ല അത് തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പം ന്യൂസുകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വലിയ ഒരു അത്ര വലിയ ശേഷിയൊന്നും അല്ലാത്തൊരു രാജ്യമാണ് ഇറാൻ. പക്ഷേ അമേരിക്ക പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന് മുമ്പിൽ അവരുടെ പല ബേസുകളും തകർത്ത് തരിപ്പണമാക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നു എന്ന് വരുന്നു. മറുവശത്ത് മാധ്യമങ്ങൾ നോക്കുമ്പോൾ മാധ്യമങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു വശത്ത് പറയുന്നത് യുദ്ധം അവസാനിച്ചു, ഇനി കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ പറയുന്നു. മറുവശത്ത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങൾ തന്നെ പറയുന്നു. അപ്പം ഇതും തമ്മിൽ ഒരു വലിയ തരത്തിൽ കോൺട്രാഡിക്റ്റ് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്നോട് ഇപ്പോഴത്തെ ഈ സെക്കൻഡ് ചോദിച്ച ഒറ്റ ഉത്തരവാണ്. ഇറാനും അമേരിക്കയും ചേർന്ന് നമ്മളെ സമർത്ഥമായിട്ട് കളിപ്പിക്കുന്നു. ഇറാൻ പൂർണ്ണമായിട്ട് തോൽക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അമേരിക്കയെ പൂർണ്ണമായിട്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഇറാനും വിശ്വസിക്കുന്നില്ല. യുദ്ധം കൊണ്ടു നടക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ള കക്ഷികളോടുണ്ട്, താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇറാനിൻ്റെ പൊളിറ്റിക്കൽ പവർ, ഖൊയ്മാനിമാരുടെ ക്ലർജിയുടെ പവർ അവിടെ കൺസോളിഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ത്രട്ട് അവിടെ വേണം. അല്ലെങ്കിൽ രാജ്യത്തെ വിലക്കയറ്റം, അല്ലെങ്കിൽ സാധനമില്ലായ്മ, ഭക്ഷ്യക്ഷാമം, ഇതെല്ലാം ജനങ്ങൾ ഇഷ്യൂ ആയിട്ട് വെക്കാനാണ്. അല്ല, ഓൾറെഡി അവിടെ പറഞ്ഞ പോലെ നിക്കാബിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അതിന് വേണ്ട മോഡേണൈസായ വിഭാഗക്കാർ ഒരു വശത്തുണ്ട്. മറുവശത്ത് ഇസ്ലാമിക ഭരണം വേണമെന്ന് പറയുന്നവരുണ്ട്, വേണ്ട എന്ന് പറയുന്നവരുണ്ട്. ഇവരെല്ലാം പല തട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമേരിക്കയുടെ ത്രെഡ് വരുന്നത്. അതുകൊണ്ട് അവരെ കൺസോൾട്ടേറ്റ് ആക്കി നിർത്തിയൊരു കാര്യം. അപ്പോൾ നാഷണൽ യൂണിഫിക്കേഷൻ അല്ല, ഇറാൻ്റെ യൂണിഫിക്കേഷനുള്ള, ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് അമേരിക്കൻ ത്രെട്ട് ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ ഈ വാർത്തകൾ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വന്നിരിക്കുന്ന വാർത്ത, യുദ്ധം തീർന്നു, ഇപ്പം തീരും, പാകിസ്ഥാൻ്റെ മധ്യസ്ഥത തീരാൻ പോകുന്നു, ഖത്തറിൻ്റെ മധ്യസ്ഥത തീരാൻ പോകുന്നു, അമേരിക്കൻ പ്രതിനിധികളായിട്ട് ചർച്ച നിരന്തരം തുടരുകയാണ്, 2 കപ്പൽ കടന്നു വന്നു, അടുത്ത കപ്പൽ വീണ്ടും വരാൻ പോകുന്നു, അതിലൊരെണ്ണത്തിൽ ഇന്ത്യയുടെ കൊടിയാണ്, ഇന്ത്യക്കും വിജയം. ഇങ്ങനത്തെ വാർത്തകൾ വന്ന് നമ്മളിൽ ഒരു മരവിപ്പുണ്ടാക്കണം. വാർത്തയെക്കുറിച്ച് തന്നെ ഒരു മരവിപ്പുണ്ടാക്കണം. ഇറാൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? അതിൽ ജനങ്ങൾക്ക് താല്പര്യം. ഇപ്പം ഗാസയിൽ എത്ര പേര് മരിച്ചു, ഇപ്പോഴും അവിടെ വെടിവെയ്പ്പ് നടക്കുന്നു, ലെബനനിൽ നടത്തുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മളാരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്? എങ്ങനെയത് ചർച്ച ചെയ്യുക? ഇല്ലാതായത്. UN റിപ്പോർട്ട് വന്നത് ഏകദേശം 85,000-ഓളം ആൾക്കാർ മരിച്ചതിൽ 20,000-ഓളം കുട്ടികൾ വരുന്നത് 15-13 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് പറയുന്നത്. ആ വാർത്ത ഇപ്പോൾ എവിടെ പോയി? ആ വാർത്തയൊക്കെ എവിടെ പോയി? അതിപ്പോൾ മാധ്യമങ്ങൾക്ക് വേണ്ടേയില്ല. അതാണ് പാശ്ചാത്യ മാധ്യമങ്ങളാണ് അതിൻ്റെ ആശാന്മാർ. കില്ലിങ് ദ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഇവർക്കുണ്ട്. മീഡിയ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഗോപി മീഡിയ എന്നോ അല്ലെങ്കിൽ അതുപോലത്തെ പറയാൻ പറ്റുന്ന മീഡിയ. കില്ലിങ് ദ ന്യൂസ്. ഒരു വാർത്ത റിപ്പീറ്റ് ചെയ്ത് കൺഫ്യൂസിങ് ആയിട്ടുള്ള അവതരിപ്പിച്ചാൽ കേൾക്കുന്നവർക്ക്, അത് വായിക്കുന്നവർക്ക് ആ വാർത്ത പിന്തുടരാനുള്ള താല്പര്യം കുറയും. ഇവിടെ കേരളത്തിൽ നമുക്ക് ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും പ്രമുഖ കേസായിരുന്നു രാജൻ കേസ്. രാജൻ കർണാടകൻ്റെ ഇതായിരുന്ന കാലത്ത് രാജനെ പോലീസ് കസ്റ്റഡിയിൽ തല്ലിക്കൊന്നു എന്നുള്ള സത്യം എങ്ങനെ മറച്ചു വെച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം. ഇന്നത്തെ പദത്തിൽ വരും, രാജൻ ജീവിച്ചിരിക്കുന്നു, രാജൻ കക്കയങ്കാടിൻ്റെ പരിസരത്ത് രാജനെ കണ്ടവരുണ്ട്, 2 ദിവസം കഴിഞ്ഞാൽ രാജൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. 4-ാമത്തെ ദിവസം വേറൊരു വാർത്ത വേറെ എവിടെന്നെങ്കിലും വരും, രാജനെ അവിടെ കണ്ടതായിട്ട് ചില സുഹൃത്തുക്കൾ പറയുന്നു. ഇങ്ങനെ പല വാർത്തകൾ വായിച്ച് രാജൻ ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്നുള്ള കൺഫ്യൂഷനിലേക്ക് എത്തുകയാണ്. അതിൻ്റെ മാനിഫെസ്റ്റോ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഉപയോഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അമേരിക്കയുടെ കയ്യിൽ ഇന്ന ആയുധമുണ്ട്, റഷ്യയുടെ കയ്യിൽ ഇന്ന ആയുധമുണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തകരാൻ പോവാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞു, അമേരിക്കയ്ക്ക് ഇറാനെ ഇല്ലാതാക്കണമെങ്കിൽ 1 സെക്കൻഡ് വേണം, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം, ഭൂമിയിൽ ഇല്ലാതാക്കണം, 1 സെക്കൻഡ് വേണം. പക്ഷെ അവരെന്തേ ചെയ്യാത്തത്? നമ്മൾ മറിച്ചൊരു സീനിയർ വന്ന് ആലോചിക്കും. ഇറാൻ ഷിയ രാജ്യമാണ്, ഷിയകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന രാജ്യമാണ്. ഷിയ സുന്നി തർക്കം അവിടെ ഉള്ളതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾക്ക് എല്ലാ കാലത്തും, ഇപ്പോഴല്ല എല്ലാ കാലത്തും, ഇറാനിൽ ഇടപെടാൻ പറ്റുന്നത്, ഇസ്രായേലിന് ഇടപെടാൻ പറ്റുന്നത്. ഇസ്രായേൽ ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ സൗദിയെ പോലുള്ള രാജ്യങ്ങൾ വരെ ഉണ്ടെന്നേ. സൗദി പോലുള്ള രാജ്യങ്ങൾ വരെ ഉണ്ട്. ഇനി മറിച്ചിപ്പോൾ അടുത്ത ദിവസം ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കുവൈറ്റ്, ഇപ്പോൾ നമ്മൾ അമേരിക്കയെ കുറ്റപ്പെടുത്തുക, കുവൈറ്റ് ഇന്ന് എവിടെയായിരിക്കും? അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ കുവൈറ്റ് എന്ത് രൂപ പറയാമോ? നമ്മൾ പറയുന്ന അമേരിക്കൻ വിരോധമോ റഷ്യൻ വിരോധമോ ജനങ്ങൾക്കില്ല.
അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഇറാനിൽ ജീവിക്കുന്നവരായാലും സൗദി ജീവിക്കുന്നവരാണേലും ഇസ്രായേൽ ജീവിക്കുന്നവരാണേലും ഇവരെല്ലാം എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ആദ്യത്തെ മാർഗത്തിൽ ഇവർ പോകുന്ന അമേരിക്കയിലേക്ക് പോകും, ഉത്തരകൊറിയയിലേക്ക് പോകും. ഗൾഫിലുള്ള ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ ദ്രോഹിക്കുന്നു എന്ന് പറയുന്ന അമേരിക്കയിലേക്ക് പോകുമോ ഗൾഫിലേക്ക് പോകും, അല്ല ഉത്തരകൊറിയയിലേക്ക് പോകും. അമേരിക്കയിലോട്ട് തന്നെ പോകുള്ളൂ. അതിൻ്റെ അവിടെ നിന്ന് കൂടി സേഫായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നുള്ള സാധനം. അപ്പം ഇതിന് റിലേറ്റീവായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് അമേരിക്കയുടെ പ്രസൻസ് ആവശ്യമുണ്ട്, മരുന്ന് ആവശ്യമുണ്ട്. ഇപ്പോൾ വെനിസുല കാര്യം എന്നാ പറഞ്ഞാലും അമേരിക്ക കൊള്ളടിച്ചുകൊണ്ട് പോയില്ല. വെനിസുലയിൽ ഇപ്പോൾ സഹായത്തിന് ഏറ്റവും കൂടുതൽ മരുന്നും സാധനങ്ങൾ എത്തിച്ചിരിക്കുന്നേരാ അമേരിക്ക. ഇത് അമേരിക്കയ്ക്ക് ഇതെല്ലാം ഒരു കച്ചവടം, അമേരിക്കയ്ക്ക് ഇതെല്ലാം ഒരു വ്യാപാരമാണ്. മറിച്ച് ഇറാൻ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈ യുദ്ധം തീർക്കുകയോ ഇല്ലയോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? പറയാം, യുദ്ധം തീരുമോ? എന്നും ഈ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് യുദ്ധം തീരുമ്പോൾ അടുത്ത സ്ഥലത്ത് യുദ്ധം തുടങ്ങാനുള്ള എല്ലാ സംവിധാനം ഉണ്ടായിട്ടേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, കുവൈറ്റിലെ കാര്യം അറിയാം, ഇറാഖിലെ കാര്യം അറിയാം, ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യം അറിയാം, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധങ്ങളുടെ കാര്യം അറിയാം. ഇതെല്ലാം ഒരു അഫ്ഗാനിസ്ഥാൻ ഇട്ടിട്ട് പോകുന്ന സിറിയയിലേക്ക് വന്നു അല്ലേ? അഫ്ഗാനിസ്ഥാനിലെ ആയുധം താഴെ വെച്ച ഉടനെ ഇവരെങ്ങോട്ടാണ് വന്നത്? സിറിയയിൽ യുദ്ധം തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യുദ്ധത്തിൻ്റെ കണ്ടിന്യൂവേഷൻ, യുദ്ധ സാഹചര്യങ്ങളുടെ കണ്ടിന്യൂവേഷൻ ആരാഗ്രഹിക്കുന്നു? അമേരിക്കയോ അല്ലെങ്കിൽ ആയുധ ഉൽപ്പാദനം. ചൈനയ്ക്കും ഒരു ഇഷ്ടമാണ്. നമുക്ക് തോന്നും ചൈനയ്ക്ക് യുദ്ധമില്ല, ചൈനയ്ക്കും യുദ്ധമാണ്. റഷ്യ ഇപ്പോൾ തകർന്നിരിക്കുന്നതുകൊണ്ട് റഷ്യക്ക് അത്ര താല്പര്യം കാണില്ല. പക്ഷേ ചൈനയും യുദ്ധം ഇഷ്ടപ്പെടുന്നു, ചൈനയുടെ ആയുധങ്ങളും ചിലവാക്കാൻ പറ്റുന്നുണ്ടെന്നേ. അല്ലെങ്കിൽ വെറുതെ അവിടെ ഇരിക്കുന്ന ആരും മേടിക്കാനില്ലാത്ത ചൈനയുടെ സാധനം വരെ മേടിക്കാനാവുന്നുള്ളൂ ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാട് ഇത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന കാരണങ്ങളാണ്. വളരെ കൃത്രിമമായിട്ട്. മതം ഇതിന് പറ്റിയൊരു കാരണം, യുദ്ധത്തിന് പറ്റിയൊരു കാരണമാണോ മതം? മതം എന്തിൻ്റെ കാരണമാകേണ്ടത്? സമാധാനത്തിൻ്റെ കാരണമാകേണ്ടതാണ് മതം അല്ലേ? യുദ്ധത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നതായിരിക്കണം മതം, സമാധാനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നതായിരിക്കണം മതം. ഗാന്ധി എന്നെ പഠിപ്പിച്ചു. അഹിംസ എന്ന് പറയുന്ന ആ തത്വശാസ്ത്രം അവിടെ കാണിച്ചില്ലേ ഗാന്ധി കാണിച്ചില്ലേ? ഇത് അങ്ങനെ കാണിച്ചിരുന്ന മാർഗമുള്ള കാണിച്ചിരുന്ന ഏതെങ്കിലും രാജ്യമുണ്ട്? അമേരിക്ക ഏറ്റവും പേടിക്കുന്ന ഗാന്ധിയായിരിക്കും. കാരണം അവൻ്റെ ആയുധ കച്ചവടത്തിനിട്ടാണ് ഗാന്ധി കണ്ണുവയ്ക്കുന്നത്. അതിനെ തറക്കാനാണ് നോക്കുന്നത്. അതിന് ആയുധ കച്ചവടത്തിനെതിരായി പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഏത് ഇസ്ലാം നിലപാടെടുത്തിട്ടുണ്ട്? അണുവായുധ പരീക്ഷണം വേണ്ടാന്ന് വയ്ക്കും ഇവർ. ഇന്ത്യ വെച്ചോ ആലോചിച്ചുണ്ട്. ഇന്ത്യ പോലും ഗാന്ധിയുടെ നാട്ടിലെ ഇന്ത്യക്ക് പോലും അനുഭവം ഉണ്ടാക്കുകയാണ്. പിന്നെ അത് ഇപ്പം നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രഹ്മോസ് മിസൈലും മറ്റതൊക്കെ മറ്റ് രാജ്യങ്ങൾക്കും കൊടുക്കുക അല്ലേ? ആയുധ വിൽപ്പന നമുക്ക് പോലും വരുമാന മാർഗമായിട്ട് മാറി, കച്ചവട മാർഗമായിട്ട് മാറി. അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിലാണ് ഇറാനും ഇറാഖിനൊക്കെ ഇട്ട് കളിപ്പിക്കുന്നത്. അവിടെ ബേസിക് ജനാധിപത്യമായി കുറച്ചെങ്കിലും ജനാധിപത്യം നിലനിൽക്കുന്ന ശക്തമായ ഇസ്ലാമിക രാജ്യങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തെങ്കിലും സമാധാനം നിലനിൽക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്തോനേഷ്യയും മലേഷ്യയൊക്കെ. അവിടെ കാര്യമായ ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും ഇല്ല, വംശീയ കലാപങ്ങൾ കുറവാണ്. ഇല്ല നമുക്ക് പറയാൻ പറ്റും, നമുക്കറിയത്തില്ല. പക്ഷേ അതുപോലെ ഒരു സാഹചര്യം ലോകത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ടാകേണ്ടി വരും. അതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അടുത്ത മാസം 9-ാം തീയതിയാണ് ആയത്തുള്ള അലി ഖമനേയി മരിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവും അല്ലെങ്കിൽ ഖബറടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ ഈ അടുത്ത മാസം 3-ാം തീയതി തുടങ്ങി 9-ാം തീയതി വരെ നടക്കുന്ന വലിയ രീതിയിലുള്ള പ്രോഗ്രാമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ മയ്യത്ത് മീൻസ് ശവകുടീരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുമ്പിൽ നയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും. കാരണം മകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹമായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത്തരം ടാർഗറ്റിൽ കൊല്ലാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പം അമേരിക്കയുടെ പല ഇറാൻ്റെ പല നേതാക്കന്മാർ കാറിൽ വരെ അപ്പുറത്തിരിക്കുന്ന ഡ്രൈവർക്ക് പോലും പരിക്ക് പറ്റാണ്ട് കൃത്യമായിട്ട് മിസൈലിട്ട് കൊന്ന് നേതൃത്വം കാണിച്ചൊരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം പുറത്തു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എന്താ പറയുക ശവകുടീരത്തിന് അന്തിമ ഉപചാരം നൽകാൻ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ കൊല്ലാനുള്ളൊരു സാധനം കൂടി അവിടെ കാണുന്നില്ലേ? ഇതറിയാവുന്ന അദ്ദേഹം അല്ല അദ്ദേഹത്തിൻ്റെ മകൻ പുറത്തു വരാൻ തീരുമാനിക്കണമെങ്കിൽ ഒരു അഷുറൻസ് കിട്ടിയിട്ടില്ലേ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ഇല്ല, എനിക്കങ്ങനെ തോന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ കൊല്ലില്ലല്ലോ. അച്ഛനെ പറഞ്ഞ പോലെ അച്ഛനെ ഒളിച്ചിരിക്കുമ്പോഴല്ല അച്ഛനെ കൊന്നിട്ടുള്ളത്. അല്ല, അച്ഛനെ അവരെ കൊന്നിരിക്കുന്ന അവർ അമേരിക്കയായിട്ട് കോൺഫ്രണ്ടേഷൻ, ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിൽ കൂടിയാണ് സമാധാനം അവിടെ ഉണ്ടാകാൻ അമേരിക്ക ഒരു ട്രൂസ് ഉണ്ടാകണം, ഇച്ചക്കര വിരുദ്ധ ഉണ്ടാകണ്ടേ, അവസാനിപ്പിക്കണ്ടേ. അതിനുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ആൾ ഇദ്ദേഹമാണെങ്കിലോ
ഈ ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ എൻ്റെ ഡിഫറൻസ് ആണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് മുജിതബ കമിനെ അദ്ദേഹം, അതായത് ഈ മകൻ കുറച്ചും കൂടി എക്സ്ട്രീമിസ്റ്റ് ആണ്, അച്ഛൻ കുറച്ചും കൂടി ലിബറലാണ്. മകനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ കുറച്ചും കൂടി ലിബറലാണ്. പക്ഷെ ആ അച്ഛനെ ഇവർ കൊന്നിട്ട് ഈ പറഞ്ഞ പോലെ മകനാണ് പിന്നീട് നേതൃത്വത്തിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് യുദ്ധം ഇത്രത്തോളം പോകുന്നത്. കാരണം IRGC എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതേപോലെ വിട്ടുകൊടുക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ മുജിതബ കമിനി. ഒരു പക്ഷേ അവർ അച്ഛനെ കൊന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ യുദ്ധം ഇത്രത്തോളം നീണ്ടുപോകില്ല എന്ന് കാണുന്ന അങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ യുദ്ധം തുടരുകയാണെന്നുള്ള അവർക്ക് ലാഭമുള്ള കച്ചവടമാണെങ്കിൽ അവരെന്ത് കഴിക്കും? അല്ല, ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധം എപ്പോഴും ലാഭമാണ്. ഒരു വിഭാഗത്തിന് ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് മറ്റുള്ളവൻ്റെ ചോരയും മാംസവും വിറ്റ് കിട്ടുന്ന കാശാണ് അവൻ്റെ കാശ്. ഇതിൽ ഈ യുദ്ധത്തിൽ നഷ്ടം അമേരിക്കക്ക് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ കോടിക്കണക്കിന് രൂപയുടെ ഓരോ മിസൈലിനും കോടിക്കണക്കിന് രൂപയാണ് അവരുടെ പല മിസൈലുകൾക്കും. ആ സ്ഥലത്തുള്ള സാധനങ്ങൾ ഇവിടെ കൊടുന്ന് അവരെ B-2B ബോംബർ കൊണ്ടുവരുന്നു, ഇവിടെ ഇടുന്നു. അപ്പോൾ ഇത്തരത്തിൽ കോടിക്കണക്കിന് നഷ്ടം അവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവസാനം ഇസ്രായേലും അമേരിക്കയും വലിയ പ്രശ്നത്തിലെത്തിയത്. നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പം മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലനിൽപ്പ് പോലും വലിയ തരത്തിൽ തുലാസിലോട്ടൊപ്പം പോകുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ 2 പാർലമെന്റിലും അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാവുന്നു. മാത്രമല്ല യുദ്ധത്തിന് അദ്ദേഹത്തിന്റെ പവർ കമ്മിയാക്കണം എന്നുള്ള വീറ്റോ അടക്കം സാധനം കൊണ്ടുവരുന്നു. അത് രണ്ട് സഭയിലൂടെ പാസ്സായി. അപ്പം അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിൽ വികാരം രാജ്യത്തിനുള്ളിലുണ്ട്, സ്വന്തം പാർട്ടിക്കുള്ളിലും അദ്ദേഹത്തിനെതിരെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അവസാനം നിവർത്തില്ല. കാരണം അടുത്ത നവംബറിലൂടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതും കൂടി, പിന്നെ അത് മാത്രമല്ല ഏകദേശം $300 ബില്യൺ സാധനം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ അമേരിക്ക ഒപ്പിട്ട് കൊടുക്കുന്നു. ഇറാന് കൊടുക്കാൻ അമേരിക്ക ഒപ്പിട്ട് കൊടുക്കുന്നു. പല കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ ഇത് വലിയ തരത്തിലുള്ള നഷ്ടം അമേരിക്കക്ക് തന്നെയാണ്. അപ്പോൾ അമേരിക്ക ഈ പറഞ്ഞ പോലെ യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല. അവർ വന്നു, ഇസ്രായേലിന്റെ പേര് കേട്ട് അവർ യുദ്ധത്തിലോട് വന്ന് പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ പെട്ടുപോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പെട്ടു, ഇനി എങ്ങനെയെങ്കിലും ഇതും തടി കഴിച്ചിലാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ നേരെ മറിച്ച് വിശ്വസിക്കുന്നതാണ്. അമേരിക്കൻ ഇതുവരെയുള്ള മിലിറ്ററി ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്, ഇന്ന് അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടായി നമ്മൾ വലിയ വീമ്പ് പറയുമ്പോൾ ഈ നഷ്ടം മുഴുവൻ പാവം ഖത്തറും UAEയും സൗദി അറേബ്യയൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്നുള്ള കാശ്, അവരുടെ കയ്യിലെ എണ്ണ, ഇതെല്ലാം കസ്റ്റഡിയിലാക്കിയില്ലേ? നഷ്ടക്കച്ചവടമാണത്. അമേരിക്കയ്ക്ക് 10,000 കോടി നഷ്ടപ്പെടുമ്പോൾ 25,000 കോടി ഇവിടെ ഖത്തറിൻ്റെ കാശ് മുഴുവൻ കൊണ്ടാണ് പോകുന്നത്. ഖത്തറിൻ്റെ കാശ് മുഴുവൻ ഏറ്റവും ഭംഗിയായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന രാജ്യം ഖത്തറാണ് അല്ലേ? സ്ട്രോങ് ആയിട്ട് വന്നതാണ്, ഇറാനേക്കാൾ സ്ട്രോങ് ആയിട്ട്. ഖത്തറിനെന്ത് പറ്റി? ഖത്തറിൻ്റെയൊക്കെ ഈ ആയുധത്തിന് വേണ്ടിയുള്ള കാശിങ്ങും പിടിച്ചെടുക്കും. അല്ലാണ്ട് വെറുതെ അമേരിക്ക കൊണ്ടൊരു കപ്പലിട്ടിട്ട് ഖത്തറിനെ സഹായിക്കുകയല്ല ചെയ്യുന്നത്. ഡെമറേജ് പോലെ വാടക ഉൾപ്പെടെ എല്ലാം ഈ മേടിക്കും, ആയുധങ്ങൾ മേടിക്കും. അപ്പോൾ ലോകത്ത് അങ്ങനെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രം അവൻ്റെ ഫാക്ടറികളിൽ സാധനം മേടിക്കാൻ പറ്റും. ഒരു മിസൈൽ കൊടുക്കുന്ന, ഒരു ഡ്രോൺ കൊടുക്കുന്ന എത്ര രൂപ മേടിക്കും? ഈ കാര്യത്തോട് ഞാൻ യോജിക്കുന്നത്. ഈ പറഞ്ഞ പോലെ GCC കൺട്രികൾക്ക് നഷ്ടം വന്നിട്ടില്ല എന്ന് പറയുന്ന ആളല്ല ഞാൻ. അവർക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അല്ല, നഷ്ടം ആരെ ലാഭമാക്കിയാലോ? GCC രാജ്യങ്ങളുടെ നഷ്ടത്തെ ലാഭമാക്കിയത് അമേരിക്ക. കാരണം ഇവനെ കൊണ്ട് ഈ സാധനം എല്ലാം മേടിപ്പിക്കുക. അത് ശരിയാണ്. ഒരു പരിധിവരെ എന്നല്ല, ഈ പറഞ്ഞ പോലെ അവരുടെ സാധനമാണ് ഏറ്റവും സേഫായ സാധനം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. വാങ്ങിച്ചതിന് ശേഷം അതെല്ലാം തകർത്തുകൊണ്ട് ഇറാൻ അവരുടെ മിസൈലുകൾ അവരുടെ കേന്ദ്രത്തിലോട്ട് ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ മിസൈൽ സംവിധാനമായിരുന്നു പാട്രിയോട്ട്. ഇപ്പോഴല്ല, പഴയ യുദ്ധത്തിൽ ഇപ്പോഴും പാട്രിയോട്ട്. അതുപോലെ ഇറാൻ്റെ കയ്യിൽ, ഇറാഖിൻ്റെ കയ്യിലാണ് സ്കഡ് ഉണ്ടായിരുന്നു. സ്കഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കോമ്പറ്റൻ്റ് ആയിട്ട് മിസൈലാണ്. ഇപ്പോൾ ഈ സ്കഡിൻ്റെ ആദ്യഘട്ട ഇത് കണ്ടപ്പോൾ ഓർത്ത് ലോകം മുഴുവൻ അവർ കീഴടക്കാൻ പോവാണ്. അത് നോക്കി അമേരിക്കക്കാരും ചിരിച്ചു. ഇസ്രായേലിലേക്ക് മിസൈൽ എല്ലാം തുടങ്ങിയപ്പോഴാണ് തിരിച്ച് അവിടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ സ്കഡിനെ തകർക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരുന്നു. ലോകത്തിന് അറിയത്തില്ല ഇങ്ങനൊരു മിസൈൽ പാട്രിയോട്ട് പോലൊരു സംവിധാനം അമേരിക്ക ഡെവലപ്പ് ചെയ്തിരുന്നു എന്നുള്ളവർ ആർക്കും അറിയത്തില്ല. ഉപയോഗിക്കപ്പെട്ടപ്പോഴാണ്. ഇപ്പോൾ അവൻ നാളെ എന്താ ചെയ്യാൻ പോകുന്നത്, ലേസറാണോ ഉപയോഗിക്കാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള യുദ്ധമാണ് ഉപയോഗിക്കാൻ പോകുന്നത് അറിയത്തില്ല. അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ഇറാനെ പൂർണ്ണമായിട്ട് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നാളെ തോൽപ്പിക്കാം. കീഴടക്കി ഭരിക്കാൻ പറ്റിയില്ല, മറിച്ച് തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ അതിനല്ല അവർ നോക്കുന്നത്. അല്ല, അമേരിക്കയ്ക്ക് ഇറാൻ അങ്ങനെ പെട്ടെന്ന് അവരെ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്, ഇറാനെ പെട്ടെന്ന് കീഴടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വെനസ്വേല പോലത്തെ ഒരു രാജ്യത്തെ അവർ പെട്ടെന്ന് കീഴടക്കി. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ഇല്ലാണ്ടാക്കിയോടുകൂടി പിടിച്ചു കൊന്നതോടുകൂടി ആ രാജ്യം പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കീഴിലോട്ട് വന്നു. ആ ഒരു പ്രക്രിയയാണ് അവർ ഇറാനിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ അത് അവിടെ വിജയിച്ചില്ല. നിങ്ങൾ പറഞ്ഞ അമേരിക്കയുടെ നീതിബോധത്തെ അക്സെപ്റ്റ് ചെയ്യണേന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യല്ല. ഉദാഹരണം പറഞ്ഞത്, ഇറാനിലോ അല്ലെങ്കിൽ ജപ്പാനിൽ ഉപയോഗിച്ച ബോംബ്, അതിന് 4 ഒരു ബോംബിൻ്റെ പകുതി മതി ഇറാൻ കാണില്ല. അമേരിക്കയുടെ ന്യൂക്ലിയർ പവറിൻ്റെ പകുതി മതി, പകുതി വേണ്ട, കാൽഭാഗം പോലും വേണ്ട, ഇറാൻ കാണില്ല. അത് മറ്റ് സാമൂഹിക സാഹചര്യങ്ങളാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ശരിയാണ്. അമേരിക്ക ഈ പറഞ്ഞ പോലെ ജപ്പാനിലും ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട പോലെ ഇടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നവരാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് വലിയ തരത്തിലോട്ട് പ്രശ്നവും. പ്രശ്നമൊക്കെ അതൊക്കെ അവർ ഉണ്ടായി കഴിഞ്ഞല്ലേ പ്രശ്നം നോക്കുന്നത്. അതുപോലെ അപ്പുറം വേറെ ആളുണ്ട്. ഉക്രൈൻ ഇത്ര നാൾ സെലൻസ്കിക്ക് റഷ്യയോട്
റഷ്യക്ക് സെലൻസ്കിയെ തോൽപ്പിക്കാൻ പറഞ്ഞിട്ടാണോ? യുക്രൈൻ ഇല്ലാതാക്കാം റഷ്യ വിചാരിച്ചാൽ. പക്ഷെ റഷ്യക്കും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ജയിച്ചു തോറ്റു എന്നൊക്കെ പറയുമ്പോൾ അവർ ചില നീതിബോധവും നൈതികതയും ചില സോഷ്യൽ റെസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടാണ് ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള യുദ്ധത്തിന് അവർക്ക് പോകാൻ പറ്റാത്തത്. അത് അമേരിക്ക അത് പോയാലുള്ള ചീത്ത വശങ്ങൾ അമേരിക്ക അനുഭവിച്ചു, പല ഇതിലും അനുഭവിച്ചു. അമേരിക്കയ്ക്ക് ഇപ്പം തൊട്ട് ഇറാനിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സുഹൃത്തായ സൗദി അറേബ്യയും ചിലപ്പോൾ പരിക്ക് പറ്റും. തൊട്ടടുത്ത അവരുടെ സൗഹൃദ രാജ്യങ്ങളില്ലേ, അവർക്കൂടെ കുഴപ്പമുണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ അല്ല, ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇപ്പോൾ ഈ പല GCC കണ്ടെങ്കിലും അമേരിക്കയുടെ അടുത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതും യുദ്ധവിമാനം വാങ്ങുന്നതും ഒരു പരിധി വരെ കുറച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. മാത്രമല്ല റഷ്യയെയും ചൈനയെയും ഇവർ കൂടുതൽ എന്താ പറയാ അടുത്തോട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ. കാരണം ഇവർക്ക് മനസ്സിലായി അമേരിക്കയുടെ ഈ പറയുന്ന പോലെ അത്ര സേഫ് അല്ല അമേരിക്കയുടെ പല ആയുധങ്ങളും എന്നുള്ളത്. അവർക്ക് തടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇറാന്റെ ഒന്നുമല്ലാതെ ഇറാൻ എന്ന് പറഞ്ഞ കൊച്ചു രാജ്യം ഈ പറഞ്ഞ പോലെ സൗദിന്റെ ഉള്ളിലൂടെ അമേരിക്കയുടെ പാട്രിയോട്ടിനെ പോലെ വെട്ടിച്ച് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്ര സേഫ് അല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയുന്നത്, ഇത്രയുള്ള ഇസ്രായേൽ അമേരിക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയും കാലം പിടിച്ചു നിന്നാണ് ഒറ്റയ്ക്ക്. വല്ല എത്ര നാള് ഏതെല്ലാം തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായി, പിടിച്ചു നിന്നു. കുടിവെള്ളം പോലും മുട്ടിച്ചിട്ടുണ്ട്. കുടിവെള്ളം ദാഹിച്ച് മരിക്കട്ടെന്നാണ് പറഞ്ഞത്. കുടിവെള്ളം പോലും ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാമെങ്കിൽ കേരളത്തിൻ്റെ പോലും അത്ര ഇല്ലാത്ത ഇസ്രായേലിന് ഇത്രയും വിശാലമായ അറബ് ലോകത്തെ മുഴുവൻ ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പറ്റിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന അമേരിക്കക്കാരൻ തന്നെ പറയും, ഇത് ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങളുടെ ആയുധം തീർന്നു. അവർ തന്നെ പറയും. നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റി അവർക്കാണ്. ഇസ്രായേലിന് എങ്ങനെ ഇത്രയും കാലം, എത്ര വർഷമായി ഇത്ര യുദ്ധങ്ങളൊന്നും നേരിട്ടു ഇല്ലേ? എത്ര രാജ്യങ്ങൾ സംയുക്തമായിട്ട് നടത്തിയിട്ടുണ്ട് ഇല്ലേ? നടന്നോ? ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ യുദ്ധത്തിൽ പോലും ഇറാൻ്റെ ഈ യുദ്ധം, നമ്മുടെ ഇറാൻ്റെ മിടുക്ക് പറയുമ്പോൾ ഇറാനെ ചതിക്കരുത് നമ്മൾ. ഇറാൻ്റെ യുദ്ധത്തിൽ ഇറാൻ്റെ എത്ര നേതാക്കന്മാർ, സൈനിക നേതാക്കന്മാർ, മത നേതാക്കന്മാർ, ഏതെല്ലാം ഇൻഡസ്ട്രിയൽ മുതലാളികൾ എത്ര പേര് കൊല്ലപ്പെട്ടു. പിൻ പോയിൻ്റ് ചെയ്ത് കൊല്ലൂല്ലേ ചെയ്യുന്നത്? എങ്ങനെയാണ് കൊല്ലുന്നത്? എന്നിട്ടും പറയാം ജയിച്ചു എന്നാണോ പറയുന്നത്? അത് ശരിയല്ല. പിന്നെ നമുക്ക് പറയാം, ഒരു കല്ലെടുത്ത് എറിഞ്ഞു, നമ്മുടെ ഏറ് കൊണ്ടുവന്ന് ഓടി. നമ്മളെയൊക്കെ തല്ലി വീഴ്ത്തിയിട്ട് എടുത്ത് നമ്മൾ കുറേ പേര് ഓടി കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ച ചിലപ്പോൾ അവന് ഓടും. ഇത് നമ്മൾ പറയാം, അതെ അവനെ നമ്മൾ എറിഞ്ഞ് ഓടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും തകർത്തു, നാട് തകർത്തു, നമ്മുടെ സ്വന്തക്കാരെ തകർത്തു, എല്ലാം തകർത്തു. എന്നിട്ട് അത് വിജയമെന്നല്ല പറയേണ്ടത്, അത് വിജയമായിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അവരെ എരിവ് കയറ്റരുത്. എരിവ് കയറ്റുമ്പോൾ നമ്മൾ തല്ലിക്കോടാന്ന് പറയും, നമുക്കിട്ട് കിട്ടുന്നില്ല. പറയാൻ എളുപ്പമുണ്ട്. ഇവിടെ സത്യം അതല്ല. അത് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കും.